ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, രാത്രിയാണ്. ശിഷ്യന്മാർ കടലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. ഭയം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. പൊടുന്നനെ തന്നെ ഒരു കൊടുങ്കാറ്റും വന്നു ചേരുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷം. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ, പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ പെട്ടെന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം, ആരെ ആശ്രയിക്കണം എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ, ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ. ഈ സമയത്താണ് യേശു കടലിനുമീതെ നടന്നുകൊണ്ട് അവരുടെ സമീപത്തേക്ക് വരുന്നത്. ആദ്യം അവർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ സന്ദേശമെന്ന് പറയുന്നത്. നാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട സന്ദേശം. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. യേശുവിൻ്റെ ഈ വാക്കുകൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിലേക്ക്, കൊടുങ്കാറ്റുകളാകുന്ന പ്രതിസന്ധികളിലേക്ക് യേശുനാഥൻ നടന്നു വരുന്നുണ്ട്. അവിടുന്ന് ഇതേ വാക്കുകൾ തന്നെ നമ്മോടും പറയുന്നുണ്ട്. ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും സുഗമമായിട്ട് മറികടക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം കാണുന്നുണ്ട്, ശിഷ്യന്മാർ യേശുവാണെന്ന് തിരിച്ചറിയുമ്പോൾ യേശുവിനെ സന്തോഷത്തോടെ വഞ്ചിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ യേശുവിനെ എപ്പോൾ അവർ വഞ്ചിയിലേക്ക് ക്ഷണിച്ചുവോ, തങ്ങളുടെ ഒപ്പം കൂട്ടുവാൻ ക്ഷണിച്ചുവോ, അപ്പോൾ പൊടുന്നനെ തന്നെ തീരമണയുന്നത് നാം കാണുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നാം എപ്പോഴെല്ലാം യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നുവോ, അത് നമ്മുടെ യാത്രയിലുടനീളം, കുർബാനയുടെ സമയത്തോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്തോ മാത്രമല്ല, എപ്പോഴും യേശുവിനെ നമ്മുടെ യാത്രയുടെ, ജീവിതമാകുന്ന യാത്രയുടെ ഭാഗമാക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ അവിടെ നമുക്ക് വലിയ ആശ്വാസം, സുരക്ഷിതമായിട്ട് തീരത്ത് അണയുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. യേശുവിൻ്റെ വാക്കുകൾ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. മാത്രമല്ല, യേശുവിനെ ഒപ്പം കൂട്ടുക. അപ്പോൾ സുരക്ഷിതമായിട്ട് തീരത്തണയുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.